ഹോല, എൻ്റെ അടുത്ത് 1-2 കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വിന്റേജ് ജേർണലിംഗ് ചെയ്യാമോ ചേച്ചി? മായോ, ഇന്നൊരു വിന്റേജ് ജേർണലിംഗ് ആണ്. ആ ഒരു വിന്റേജ് വൈബ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രഹസനങ്ങളൊക്കെ. അല്ലാതെ സ്പേസ്ഡ് ഔട്ട് ആയതൊന്നല്ല. പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ജേർണലിംഗ് കിറ്റ് കാണിച്ചല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ A6 നോട്ട്ബുക്കിന്റെ കവർ നമുക്ക് മാറ്റാൻ പറ്റും. അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അന്ന്. സോ കവർ വേണ്ട, അതില്ലാണ്ടാണ് രസം. വളരെ ഈസി പീസി ആയിട്ടുള്ള ഒരു ജേർണലിംഗ് പേജാണ്. ഇതിൽ കാണിക്കുന്ന ഓരോ മെറ്റീരിയൽസും ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ശരിക്കും എന്താണ് ജേർണലിംഗ്? ജേർണലിംഗ് എന്ന് വെച്ചാൽ നമ്മളുടെ തോട്ട്സ്, എക്സ്പീരിയൻസസ്, ഫീലിങ്സ് ഇതൊക്കെ എഴുതി വെക്കുന്നതിനാണ് മോസ്റ്റ്ലി ജേർണലിംഗ് എന്ന് പറയാം. പക്ഷേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജേർണലിംഗ് ഉണ്ട്. ലൈക്ക് റിഫ്ലക്റ്റീവ് ജേർണലിംഗ് ഉണ്ട്, പ്രോംപ്റ്റ് ജേർണലിംഗ് ഉണ്ട്, ഡ്രീം ജേർണലിംഗ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഉണ്ട്, ബുജോ ഉണ്ട്, ബുള്ളറ്റ് ജേർണലിംഗ്, പിന്നെ ആർട്ട് ജേർണലിംഗ് ഉണ്ട്. നമ്മളിപ്പോ ചെയ്യുന്നത് ആർട്ട് ജേർണലിംഗിൽ വരുന്നതാണ്. മോസ്റ്റ്ലി റീൽസിലും ഷോർട്സിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ഒന്നല്ലെങ്കിൽ ബുജോ ആയിരിക്കും, അല്ലെങ്കിൽ ആർട്ട് ജേർണലിംഗ് ആയിരിക്കും. ഈ ബുജോ എന്ന് വെച്ചാൽ പ്ലാനിങ്സ്, ടു ഡു ലിസ്റ്റ്, അല്ലെങ്കിൽ ഡെയിലി ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ മോസ്റ്റ്ലി ജേർണലിംഗിൽ കാണുക അല്ലെ. ഇതാണ് എന്റെ ആദ്യത്തെ ജേർണലിംഗ് പേജ്. അതുകൊണ്ടാണ് ഇത് കുറച്ച് സിമ്പിൾ ആയി പോയത്. ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഈ ഒരു പോളറോയിഡ് ഫ്രെയിം, ഇത് ജേർണലിംഗ് കിറ്റിന്റെ കൂടെ വന്നതല്ല, ഇത് ഞാൻ തന്നെ ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തതാണ്. എന്റെ പഴയ വർക്ക്സ് ഒക്കെ ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐ എം ഒബ്സെസ്ഡ് വിത്ത് പോളറോയിഡ് ഫ്രെയിംസ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്റെ വർക്ക് എവിടെയെങ്കിലും ഒക്കെ പോളറോയിഡ് ഫ്രെയിംസ് കൊണ്ടുവരാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒരു വിന്റേജ് അല്ലെങ്കിൽ അസ്തെറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോളറോയിഡ് ഫ്രെയിംസ് ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ടൈം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് റൂൾസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പെർഫെക്ഷൻ വേണമെന്നും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സഡ് മീഡിയ ഒക്കെ ട്രൈ ചെയ്യാം. ലൈക്ക് ഇതില് ചിലർ ജേർണലിംഗ് ചെയ്യുമ്പോൾ അതിൽ എഴുതുന്നത് കാണാലോ, അങ്ങനെയും ചെയ്യാം, എഴുതാതെയും ചെയ്യാം. വേണമെങ്കിൽ കോഡ്സ്, സോങ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഫർമേഷൻസ്, സ്റ്റിക്കേഴ്സ്, ഫോട്ടോസ്, പെയിന്റിങ്സ്, പെൻസ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആർട്ട് ജേർണലിംഗ് ചെയ്യാം. ഇതൊക്കെ മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈഡ് ഫ്ലവേഴ്സ് ഒക്കെ ഇതിൽ വെച്ച് കൊടുക്കാം. ഇത് ഞാൻ 4 വർഷം മുന്നേ വാങ്ങിയിട്ടുള്ള ഡ്രൈഡ് ഫ്ലവേഴ്സ് ആണ്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങളുടെ തലയിൽ ഒരു ഐഡിയയും ഉദിക്കുന്നില്ലെങ്കിൽ പിൻട്രസ്റ്റ് എടുത്തിട്ടൊന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസ് വരും മനസ്സിൽ. ഈ കമന്റ്സ് ഒക്കെ വായിക്കുന്നതും അതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നതും എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് തൊട്ട് ഇനി അങ്ങോട്ട് എനിക്ക് കിട്ടുന്ന കമന്റ്സിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നതും ജെന്യൂൻ ആയിട്ടും തോന്നുന്ന ഒരു കമന്റിന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ടോക്കൺ ഓഫ് ലവ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പോലെ കീപ്സേക്കോ ഒരു ഹാൻഡ് മെയ്ഡ് തിങ്ങോ അങ്ങനെ എന്തെങ്കിലും കുട്ടി ഗിഫ്റ്റ് സെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോട്ട് ദ പോയിന്റ്, എല്ലാ മാസം എൻഡിങ്ങിലായിരിക്കും കമന്റ്സ് എന്ന് ഒരാളെ ചൂസ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ജേർണലിംഗ് പേജ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടോ എന്നാ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.